എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും ഹൈപ്പ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പം ക്ഷണം സ്വീകരിച്ച് വന്നവരോട് എങ്ങനെ പറയും ഇവിടെ റിസപ്ഷൻ നടക്കില്ല അല്ലെങ്കിൽ നിധി വരില്ല എന്നെങ്ങനെ പറയുമെന്ന് ഓർത്ത് ഇങ്ങനെ വിഷമിച്ച് നിൽക്കുവാണ് സുഭാഷ്. അന്നേരം അവർ ചോദിക്കുന്നുണ്ട്, ചടങ്ങ് നടക്കുമോ ഇല്ലയോ എന്ന് നീ പറ, എന്നിട്ട് ബാക്കി നീ സംസാരിച്ചാൽ മതി എന്നൊക്കെ പറയുമ്പോഴേക്കും വിഷമിച്ച് നിന്നങ്ങ് പറയാൻ തുടങ്ങുമ്പോഴേക്കും ചേട്ടാ എന്ന് വിളിച്ചുകൊണ്ട് നിധി അങ്ങോട്ട് വരും. നിധിയെ കാണുന്നത് ഭയങ്കര ഒരു ആശ്വാസമാകുന്നുണ്ട് കേട്ടോ സുഭാഷിന്. ഭയങ്കര സന്തോഷമാണ് സുധീഷിന്. ഏതായാലും നിധി വന്ന് സ്റ്റേജിൽ കയറി നിൽക്കുന്നു. അന്നേരം അവിടെ നിൽക്കുന്ന അമ്മായിക്കും വലിച്ചിനൊക്കെ ഭയങ്കര സങ്കടമാണ്. അവൾ ഇറങ്ങി വന്നല്ലോ എന്നാ പറയുന്നത്. ഭയങ്കര സന്തോഷമാണ് സുധീഷിന്. അത് കാണുമ്പോൾ ഒന്ന് നോക്കി ദഹിപ്പിക്കുന്നുണ്ട് നിധി. അത് കഴിഞ്ഞ് ഇങ്ങനെ വിഷമിച്ച് നിൽക്കുവാണ്. എന്നിട്ട് സുഭാഷിൻ്റെ നേരെ നോക്കുമ്പം സുഭാഷ് ഇങ്ങനെ പയ്യെ കൈ കൂപ്പിയിട്ട് എല്ലാവരെയും നോക്കി ഒന്ന് കൈകൂപ്പി കാണിക്കാൻ പറയുവാണ്. അതുപോലെ നിധി ചെയ്യുന്നുണ്ട്. അതുപോലെ സുധീഷും അന്നേരം അതൊക്കെ കണ്ടിട്ട് ഭയങ്കര സന്തോഷത്തോടെ സുധീഷും ചെയ്യുന്നു. സുധീഷിന് ഭയങ്കര സന്തോഷമായി നിധി വന്നത്, അത് ഏത് സാഹചര്യത്തിലാണെങ്കിലും. ഇങ്ങനെ പിന്നെ ഫോട്ടോഗ്രാഫർ വന്ന് രണ്ടുപേരോടും ചേർന്ന് നിൽക്കുക, ഫോട്ടോ എടുക്കട്ടെ എന്നൊക്കെ പറയുമ്പം ദേഷ്യമാണ് നിധിക്ക്. സുധീഷ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കാനൊക്കെ നോക്കുന്നുണ്ട്. പക്ഷേ നിധിയുടെ ദേഷ്യം കാരണം സുധീഷ് അയാളോട് പോയി പറയുവാണ്, അതെ അവൾ ഇത്തിരി നാണക്കാരിയാണ്, അതുകൊണ്ട് ഒരുപാട് ക്ലോസ് ആയിട്ടുള്ള ഫോട്ടോസൊന്നും എടുക്കണ്ട, കാണുമ്പോൾ ക്ലോസ് ആയിട്ട് തോന്നുന്ന രീതിയിൽ ആംഗിളിൽ നിന്നൊക്കെ എടുത്താൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് പോയി നിൽക്കുന്നു. കുറേ പേരൊക്കെ വന്ന് ഗിഫ്റ്റൊക്കെ കൊടുക്കുന്നു, കൂടെ നിന്ന് ഫോട്ടോ എടുക്കുന്നു. ഈ സമയം നമ്മുടെ സുനന്ദ ഇങ്ങനെ അവിടെ നിന്ന് ആലോചിക്കുക കേട്ടോ. സുഭാഷിനെ കല്യാണം കഴിച്ച് ഇങ്ങനെ സ്റ്റേജിൽ നിന്ന് ഭയങ്കര സന്തോഷത്തോടെ കൈ ഓർത്ത് പിടിച്ച് നിന്ന് ഇങ്ങനെ ഫോട്ടോ എടുക്കുന്നതും എല്ലാവരും ഗിഫ്റ്റ് കൊണ്ട് തരുന്നതും അവരുടെ കൂടെയൊക്കെ നിന്ന് ഫോട്ടോ എടുക്കുന്നതൊക്കെ ആലോചിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അമ്മ പുറകേക്കിടെ വന്ന് ഒരൊറ്റ തല്ലു വെച്ച് കൊടുക്കും. എന്നിട്ട് നിന്നോട് ഇങ്ങോട്ട് വരരുതെന്ന് ഞാൻ പറഞ്ഞതല്ലേ, നീ ഇവിടെ വന്ന് എന്നെ നോക്കിക്കൊണ്ടിരിക്കുമോ, മര്യാദയ്ക്ക് വീട്ടിൽ പോ എന്ന് പറയും. അന്നേരം സുനന്ദ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്തിനാ ഇവിടെ ഒളിച്ചു നിന്ന് ഇത് ഈ കല്യാണം കാണുന്നത്, നിങ്ങളോടും ഇങ്ങോട്ട് വരാൻ പറഞ്ഞ് വിളിച്ചിട്ടില്ല വന്നത്, പിന്നെ എന്തിന് ഇങ്ങനെയൊക്കെ കാണിക്കുന്നതെന്ന് ചോദിക്കുമ്പം നീ മിണ്ടരുത് എന്ന് പറഞ്ഞാൽ അവിടെ കിടന്നൊരു വടിയെടുത്ത് തല്ലാൻ ചെല്ലുവാണ്. സുനന്ദ അങ്ങോട്ട് പോയി കഴിയുമ്പം അമ്മായി വെളിച്ചനോട് പറയുവാണ്, അതെ ഇവൾക്ക് എത്രയും പെട്ടെന്ന് ഒരു ചെറുക്കനെ കണ്ടുപിടിക്കണം, അല്ലെങ്കിൽ ശരിയാകിയല്ല, എപ്പോഴും ഇവിടെ വന്ന് വായി നോക്കിയിരിക്കും എന്ന് പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും അവരുടെ അച്ഛൻ ഭാസ്കരേട്ടൻ അങ്ങോട്ട് വരുന്നു. എന്നിട്ട് പറയുവാണ്, അതെ എനിക്കിവിടെ കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്, കല്യാണം നടത്തി ഇവനൊന്നും ശീലമില്ല, അതുകൊണ്ട് നീയൊക്കെ അങ്ങ് മാറി നിൽക്കുക, ഞാൻ കാര്യങ്ങൾ ചെയ്യാമെന്ന് പറയും. എന്നിട്ട് ചന്തു എന്ന് പറഞ്ഞ് വിളിക്കുവാണ് ഹരീഷിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആ ചെറുക്കനെ. എന്നിട്ട് അവനോട് കൊണ്ടുവരാൻ പറയുന്നു. എന്നിട്ട് ഇതെന്താ എന്നുള്ള രീതിയിൽ എല്ലാവരും ഇങ്ങനെ ആകാംക്ഷയോട് നോക്കി നിൽക്കുമ്പം ഒരു താലത്തിൽ 2 മാലയായിട്ടാണ് വരുന്നത്. അന്നേരം നിധി ചോദിക്കുന്നുണ്ട്, ഇത് എന്നതാ സുധീഷ്, ഇതൊന്നും വേണ്ടാന്ന് പറയാമെന്ന് പറയുമ്പോൾ, ഞാൻ എന്താ ചെയ്യുന്നത്, ഇത്രയും ആൾക്കാർ നിൽക്കുമല്ലോ, എനിക്ക് പറയാൻ പറ്റുമോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അന്നേരം താഴെ നിന്ന് ഹരീഷും നികേഷൂടെ പറയുന്നുണ്ട്, ജീവിതത്തിൽ ആദ്യമായിട്ട് ഇങ്ങനെ നല്ലൊരു കാര്യം ചെയ്യുന്നത് ഇപ്പോഴാണ് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഏതായാലും രണ്ടുപേരുടെയും കയ്യിലേക്ക് മാല എടുത്ത് കൊടുക്കും. എന്നിട്ട് മാല ഇടാൻ പറയുമ്പം നിധി പറയുന്നുണ്ട്, വേണ്ട ഇതൊന്നും വേണ്ട, ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങി പോകുമെന്ന് പറയുമ്പം, അയ്യോ അങ്ങനെയൊന്നും ചെയ്തേക്കില്ല, ഇതൊരു വെറും മാലയല്ലേ, ഇട് എന്ന് പറയുക. അന്നേരം ഭാസ്കരേട്ടൻ അവിടെ നിൽക്കുന്ന പാട്ടൊക്കെ കൺട്രോൾ ചെയ്യുന്ന അയാളോട് പറയും, കല്യാണത്തിനിടുന്ന ആ മേളമില്ലേ അതങ്ങിടാൻ പറയും. അതിട്ട് കഴിയുന്നെങ്കിൽ സുധീഷ് നിധിയുടെ കഴുത്തിൽ മാലയിടും. നിധി കഴുത്തിൽ മാല ഇടാതെ ഇങ്ങനെ വിഷമിച്ച് ഇങ്ങനെ നിൽക്കുക കേട്ടോ. പല പ്രാവശ്യം സുധീഷ് പറയുന്നുണ്ട്, ചുമ്മയൊന്നും ഇട് അല്ലെങ്കിൽ ശരിയാകിയല്ല എന്നൊക്കെ പറയുന്നുണ്ട്. അതുപോലെ ഭാസ്കരേട്ടനും മോൾ എന്താ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്നേ, അങ്ങ് ഇട് എന്നൊക്കെ പറഞ്ഞിട്ടും നിധി അത് കൈ പിടിച്ചുകൊണ്ട് തന്നെ നിൽക്കുവാണ്. അതൊക്കെ സുധീഷ് തന്നെ ആ കയ്യെ പിടിച്ച് കഴുത്തിലേക്ക് അങ്ങ് ഇടിയിക്കും. എന്നിട്ട് നിധി ഇങ്ങനെ വിഷമിച്ച് നിൽക്കുമ്പോൾ അടുത്ത പരിപാടിയായിട്ട് ഭാസ്കരേട്ടൻ വരുന്നു. പോക്കറ്റിൽ നിന്ന് ഒരു താലി എടുക്കും. എന്നിട്ട് പറയുന്നുണ്ട്, ഇത് കണ്ടോ ഈ താലി, ഇത് അവൻ്റെ അച്ഛൻ അവൻ്റെ കയ്യിലേട്ടോ എടുത്തു കൊടുക്കും. അങ്ങനെ ഈ താലി അവൻ അവളുടെ കഴുത്തെ കെട്ടാൻ പോവാണ്. ഇനി ആരും എൻ്റെ മരുമകൾ ഓടി വന്നതാണെന്നോ അല്ലാതെ അവൻ അടിച്ചുകൊണ്ട് വന്നതാണെന്നോ ഒന്നും പറഞ്ഞേക്കരുത്, ആചാരപ്രകാരം കല്യാണം നടത്താൻ പോവാണെന്ന് പറയും. അന്നേരം നിധി പറയുന്നുണ്ട്, ഇതൊന്നും നടക്കുകയില്ല, ഞാൻ സമ്മതിക്കത്തില്ല കേട്ടോ സുധീഷേ, ഇത് വേണ്ടാന്ന് പറയാമെന്ന് പറയുമ്പോൾ, ഞാൻ എന്താ ചെയ്യുന്നത്, ഇത്രയും ആൾക്കാർ ഇരിക്കുമല്ലേ എന്ന് പറയുവാണ്. നിധി ഭയങ്കരമായിട്ട് സങ്കടപ്പെടുന്നുണ്ട്, എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുന്നു. അങ്ങനെ താലിയും കൈ കൊണ്ട് കൊടുത്ത് കെട്ടാൻ പറയുന്നു. സുധീഷ് ഇങ്ങനെ വിഷമിച്ച് നിൽക്കുക. നിധി പറയും, വേണ്ട കെട്ടണ്ട, അങ്ങനെ ചെയ്യരുതെന്നൊക്കെ പറയും. താഴെ നിന്ന് ആകെ വിഷമമാകുന്നുണ്ട് സുഭാഷിന് എന്ത് ചെയ്യാൻ പറ്റും, ഇതുപോലെ എല്ലാവരും നിൽക്കുമല്ലേ. അങ്ങനെ നിർബന്ധിച്ച് ആ താലിയും നിധിയുടെ കഴുത്തേക്ക് കെട്ടിക്കുവാണ്. നിധി ആകെ വിഷമിച്ച് നിൽക്കുക. അന്നേരം ഭാസ്കരേട്ടൻ പറയുവാണ്, ഇനി ആ കഴുത്തേൽ ആ പോലീസ് സ്റ്റേഷനിൽ നിന്ന് കെട്ടിയ താലി വേണ്ട, അത് ആരെങ്കിലും ഒന്ന് അഴിച്ചെടുക്കാവോ എന്ന് ചോദിക്കും. അന്നേക്ക് ഒരു അമ്മൂമ്മ വന്ന് അതങ്ങ് അഴിച്ചെടുക്കും. എന്നിട്ട് അതുകൊണ്ട് സുഭാഷിന് കൈ കൊടുക്കും. എന്നിട്ട് ഇത് കളയണ്ട, നിങ്ങൾ വിളക്ക് കത്തിക്കുന്നിടത്ത് കൊണ്ട് വെച്ചേരെ, മംഗല്യസൂത്രം അല്ല എങ്ങനെയാണെങ്കിലും എന്ന് പറഞ്ഞ് അത് സുഭാഷിന് കയ്യിലോട്ട് കൊടുക്കുവാണ്. സുഭാഷ് ആകെ വിഷമിച്ചിങ്ങനെ നിധിയെ നോക്കുന്നുണ്ട് കേട്ടോ. അന്നേക്കും ഭാസ്കരേട്ടൻ പറയുവാണ്, കെട്ടെല്ലാം കഴിഞ്ഞിട്ടും കാളെ പോലെ നിൽക്കാതെ വന്ന് അനുഗ്രഹം മേടിക്കട രണ്ടുപേരും കൂടെ എന്ന് പറയും. അച്ഛൻ്റെ കാലത്തൊട്ട് അനുഗ്രഹം മേടിക്കാൻ പറയുന്നു. അവരങ്ങനെ ചെയ്യുന്നു. അതെല്ലാം കഴിഞ്ഞ് ആകെ വിഷമിച്ചിങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കുവാണ് നിധിയെ. എല്ലാവരും കൂടെ വന്ന് നിന്ന് ഫോട്ടോ എടുക്കുകയും അതുപോലെ ഗിഫ്റ്റ് കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോഴത്തേക്കും സുഭാഷ് ആകെ സങ്കടം വന്നിട്ട് അകത്തോട്ട് കയറി പോകട്ടെ ആ താലിയും കൈ പിടിച്ചുകൊണ്ട്.
എന്നിട്ട് ആ താലി കൊണ്ട് വിളക്ക് കത്തിക്കുന്നിടത്ത് വെക്കും. എന്നിട്ട് പറയുവാണ്, ഭഗവാനെ ആ കുട്ടിയുടെ മനസ്സിലെ വിഷമം എന്താണ് എന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ എൻ്റെ ഒരു ആഗ്രഹം ഞാൻ ഭഗവാനോട് പറയുവാണ്, ഏത് അവസ്ഥയിലാണെങ്കിലും അവരുടെ വിവാഹം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ആ പെൺകുട്ടി ഈ വീട് വിട്ടു പോകാതെ ഈ വീട്ടിൽ തന്നെ നിൽക്കണേ. എൻ്റെ അനിയൻ്റെ ഭാര്യയായി, ഞങ്ങളുടെ സഹോദരിയായി അവളിവിടെ കാണണേ എന്ന് പറഞ്ഞ് ഒത്തിരി സങ്കടത്തോടെ പ്രാർത്ഥിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. ഈ സമയം എപ്പോഴും കുറ്റം പറയുന്ന വലിയച്ഛൻ ആരും കാണാതെ അവിടെ വന്ന് മദ്യം കഴിക്കാൻ തുടങ്ങുവാണ്. അന്നേരം ഭാസ്കരേട്ടൻ അങ്ങോട്ട് വരും. അന്നേരം അതെടുത്ത് മറച്ചു പിടിക്കുവേ. അന്നേരം പറയുന്നുണ്ട്, മറച്ചു പിടിക്കുമൊന്നും വേണ്ട, തനിക്കും കൊടുക്കണം എന്ന് ഞാൻ ഇവരോട് പറഞ്ഞായിരുന്നു. പിന്നെ തൻ്റെ അത്രയും ചെറ്റയല്ല ഞാൻ, അതുകൊണ്ട് ഓസിന് കഴിക്കാതെ ഇറങ്ങിപ്പോടാ ചെറ്റെ എന്നൊന്നും പറയുകയില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകും. എന്നിട്ടും അങ്ങേരെ അവിടെ ഇരുന്ന് അത് കഴിച്ചിട്ട് അവിടെ പോകുന്നത്. അത് കഴിഞ്ഞ് എല്ലാവർക്കും ഭക്ഷണമൊക്കെ കൊടുക്കുന്നു. അന്നേരം അവിടെ നിന്ന് രണ്ടുപേർ പറയുവാണ്, ഓ എന്തോന്നുണ്ട് മഹാലക്ഷ്മിയെ പോലെ ഇരിക്കുന്ന ഒരു പെങ്കൊച്ച, അത് ഈ കുപ്പത്തൊട്ടിയിലേക്ക് വന്നല്ലോ എന്ന്. അന്നേരം ഹരീഷിൻ്റെയൊക്കെ കൂട്ടുകാരൻ ചോദിക്കുന്നുണ്ട്, ചേച്ചിക്ക് ഇനി ചിക്കൻ വേണമെന്ന്. അന്നേരം വേണ്ടാന്ന് പറയുമ്പോൾ, ആ പുഴുങ്ങിയ ചിക്കൻ കാലെടുത്ത് വായിലോട്ട് വെക്കുക, അങ്ങനെയെങ്കിലും പരദൂഷണം കുറച്ച് കുറയട്ടെ എന്നൊക്കെ പറയുന്നുണ്ട്. ഇത്രയൊക്കെയാട്ടോ ഇന്നത്തെ എപ്പിസോഡ് കാണിച്ചത്. പിന്നെ നാളത്തെ പ്രൊമോ കാണിക്കുന്നുണ്ട്. പ്രൊമോയിൽ ആകെ വിഷമിച്ചിരിക്കുന്ന നിധിയാണ് കാണിക്കുന്നത്. അന്നേരം നിധിയുടെ അടുത്തോട്ട് സുധീഷ് വരും. എന്നിട്ട് സുധീഷ് പറയുവാണ്, ഇന്ന് എനിക്ക് വേണ്ടി ചെയ്ത എല്ലാത്തിനും നന്ദിയുണ്ട് കേട്ടോ എന്നൊക്കെ പറയുന്നുണ്ട്. ആകെ വിഷമിച്ചിരിക്കുവാണ് നിധി ഒന്നും മിണ്ടുന്നില്ല. അത് കഴിഞ്ഞ് പുറത്തേക്ക് വന്നു കഴിയുമ്പം സുഭാഷ് സുധീഷിൻ്റെ അടുത്തോട്ട് ചെല്ലും. എന്നിട്ട്, നീ എന്താടാ പറഞ്ഞത്? നിന്നെ ആ പെങ്കൊച്ച് ഇങ്ങോട്ട് ആദ്യം പ്രപ്പോസ് ചെയ്തു എന്ന്, അങ്ങനെയല്ലേ നീ പറഞ്ഞത് മൊത്തം നുണയല്ലായിരുന്നോ എന്ന് വെച്ച് കരണം തീർത്തോർണം കൊടുക്കുന്നുണ്ട്. അത് അവന് അത്യാവശ്യമായിരുന്നു, അത്രയും കള്ളത്തരം കാണിച്ചതിന്. ഏതായാലും ഇതൊക്കെയായിരുന്നു ഇന്നത്തെ എപ്പിസോഡ്.